എം വി ജയരാജൻ ഇന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ എന്ന്. അതായത് വ്യക്തിപരമായി മധുസൂദൻ വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ പണം കൈമാറ്റിയിട്ടില്ല എന്നായിരിക്കും ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ പാർട്ടിയുടെ ഫണ്ട്, അതായത് രക്തസാക്ഷി ഫണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി എന്നുള്ള വലിയൊരു ആരോപണം കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിന് എം വി ജയരാജന് വല്ല മറുപടിയുമുണ്ടോ? കമ്മീഷന്റെ കണ്ടെത്തലാണ്. കമ്മീഷന്റെ കണ്ടെത്തലിൽ ഈ രണ്ടംഗ കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ധനാപകരണം വ്യക്തിപരമായി നടത്തിയിട്ടില്ല ടി ഐ മധുസൂദനൻ അല്ലെങ്കിൽ മധുസൂദനൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ന് തന്നെയായിരുന്നു. അത് ആവർത്തിക്കുകയാണ് ഇപ്പോഴും എം വി ജയരാജൻ ചെയ്യുന്നത്. പക്ഷേ ഈ പണം എവിടെ പോയി എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി തരാൻ അന്നും ഇന്നും എം വി ജയരാജൻ സാധിക്കുന്നില്ല. ഏതാണ്ട് 2 കോടി രൂപയിലധികം 3 സംഭവങ്ങളിലായി പാർട്ടിക്ക് ഈ ഫണ്ടിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ കൃത്യമായി കണക്കുകളടക്കം പാർട്ടിക്ക് മുന്നിൽ വെക്കുന്നത്. അതായത് നമുക്കറിയാം 3 ഫണ്ടുകൾ. ഒന്ന് CPM-ന്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1,04,00,000 രൂപ നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ. അതിന് പലതരത്തിൽ നഷ്ടപ്പെട്ടു. അതായത് ഒന്ന് ഫണ്ട് പിരിച്ച ക്യാഷ്, മറ്റൊന്ന് അവിടെ ഇതിനുവേണ്ടി ചിട്ടി നടത്തിയ പണം, ഇതിലൊക്കെ തിരിമറി നടന്നു എന്നായിരുന്നു ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളിൽ ഏതാണ്ട് 42 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. മാത്രമല്ല അവരുടെ ബാങ്കിലെ കടമടക്കമുള്ളവ അടച്ചു തീർക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ പിന്നീട് ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെ ധനരാജിന്റെ കുടുംബത്തിന്റെ ബാങ്കിലെ കടം പാർട്ടി അടച്ചു തീർക്കുകയും ഒപ്പം ധനരാജിന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകുകയും ഒക്കെ ചെയ്തു. അതൊക്കെ പിന്നീടാണ്, അതായത് കുഞ്ഞികൃഷ്ണൻ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ്. ഒപ്പം അവിടുത്തെ ഒരു ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ടുള്ള ചില അഴിമതി ആരോപണങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ എന്ന നിലയ്ക്കപ്പുറത്തേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആരെങ്കിലും വ്യക്തിപരമായി മോഷ്ടിച്ചു, ധനം അപഹരിച്ചു എന്ന തരത്തിലേക്കല്ല, മറിച്ച് ചില ജാഗ്രത കുറവ് മാത്രമാണ് ഇതിന് പിന്നിൽ എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയും നേതാക്കളെ രക്ഷപ്പെടുത്തി തടിയൂരാനുള്ള ശ്രമമാണ് അന്നത്തെ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പാർട്ടി ശ്രമിച്ചത്. അതേ നിലപാട് കുഞ്ഞികൃഷ്ണന്റെ അടുത്ത് ആവർത്തിക്കുമ്പോൾ എന്തായാലും തനി പാർട്ടിക്കൊപ്പമില്ല, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് നടപടി എടുക്കാമെന്ന ഉറപ്പ് കുഞ്ഞികൃഷ്ണന് പാർട്ടി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലേക്ക് തിരികെ വരികയും ജില്ലാ കമ്മിറ്റി അംഗത്വം നൽകുകയും ഒക്കെ ചെയ്തു എന്നാണ് കുഞ്ഞികൃഷ്ണൻ വാദിക്കുന്നത്. എന്തായാലും നിലവിൽ പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കെത്തി നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക തിരിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അത് അണികളോട് വിശദീകരിക്കാൻ പാർട്ടി വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്.